കർത്താവിന് സ്തോത്രം. ഇന്ന് നമ്മൾ യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇത് പ്രത്യേകമായൊരു നിയോഗം ഈ ലേഖനം പഠിപ്പിക്കാൻ എനിക്ക് ആവശ്യമായിരുന്നു. എനിക്കിതിനകത്ത് പല വാക്യങ്ങളും മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ കർത്താവിനെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട്, അതായത് ഒരു വ്യാഖ്യാനം പറയാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് ഞാനിത് ആരംഭിച്ചത്. ദൈവം അത് കൂടുതൽ വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്താണ് ശരിക്കുമുള്ള അനുസരണം എന്ന വിഷയമാണ്. ദൈവത്തെ അനുസരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു അപ്പോസ്തലത്വത്തിന്റെ ഉദ്ദേശം തന്നെ ഈ അനുസരണം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പഠിക്കുന്ന എന്തിനാണ്, കൂട്ടായ്മയിൽ എന്തിനാണ് വരുന്നത്? ഇതൊന്നും സ്വർഗത്തിൽ പോകാനല്ല. സ്വർഗം നമുക്ക് വാഗ്ദത്തമാണ്. പക്ഷെ അതേ സമയത്ത് ഇത് നമ്മൾ അനുസരിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ അനുസരണം നമ്മളിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമാണ്. നമ്മളെ അനുസരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി നമ്മളെ മാറ്റി. ക്രിസ്തു എന്ത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചത്, ആ സൽപ്രവൃത്തികളിലേക്ക് നമ്മൾ എത്തിക്കുവാൻ വേണ്ടിയാണ് അപ്പോസ്തലിക ഉപദേശം നൽകപ്പെടുന്നത്. എന്തിനാണ് നമ്മൾ സഭയ്ക്കകത്ത് ഉപദേശം കേട്ട് വളരുന്നത്? ആ ഉപദേശം നമുക്ക് നൽകുന്നതിന്റെ ഉദ്ദേശം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ അനുസരണത്തിൽ നമ്മൾ എത്താൻ വേണ്ടിയാണ്. നമ്മൾ വഴി തെറ്റിപ്പോകാതിരിക്കാൻ, അതായത് പലതരം ഉപദേശങ്ങളുടെ കാടിനകത്ത് കയറാതിരിക്കാൻ നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെല്ലാം നമ്മളെ അനുസരണം പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ദൈവത്തിന് ഫലം കൊടുക്കുമാറ്, ദൈവത്തിന് പ്രസാദമാകുമാറ് അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി പ്രസന്റ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ളതാണ് ഈ ഓരോ ഉപദേശവും. ഓരോ കർത്താവിന്റെ നടത്തിപ്പ് നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. 2-ാം അധ്യായത്തിൽ നമ്മൾ 1ഉം 2ഉം അധ്യായങ്ങൾ, 2-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും നമ്മൾ കണ്ടത് ദൈവത്തിന്റെ സ്നേഹം എന്ന വിഷയമാണ്. ഈ ദൈവത്തിന്റെ സ്നേഹം എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ബൃഹത്തായ കാര്യമാണ്. ആദ്യം മുതൽ ആ ഒരൊറ്റ കൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കൽപ്പന, അത് തന്നെയാണ് ക്രിസ്തു. അത് എന്ത് എക്സ്റ്റെന്റിലേക്കാണ് ആ സ്നേഹം എത്തിപ്പെടുന്നത് എന്ന് കർത്താവ് നമുക്ക് കാണിച്ചു. ഡീപ് ലവ് ഷോൺ ഓൺ ദ ക്രോസ്. ക്രിസ്തുവിന്റെ ക്രൂശ് ആണ് ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം നമുക്ക് തരുന്നത്. ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് നിർത്തിയത് 2011 കൂടിയാണ്. 2011-12 ആ സമയത്താണ്. അന്ന് അവസാനമായിട്ട് ഞാൻ വായിച്ച പുസ്തകം എല്ലി മാക്സ്വെൽ എന്ന് പറഞ്ഞ ഒരു പേരുള്ള എല്ലി മാക്സ്വെൽ എന്ന പേരുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയ ബുക്കാണ്. ദ ബോൺ ക്രൂസിഫൈഡ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് OM അത് ഇറക്കിയത് എംബ്രേസ്ഡ് ബൈ ദ ക്രോസ് എന്നുള്ള പേരിലാണ്. അത് ഞാൻ അവസാനം വായിച്ച പുസ്തകം. ജീവിതത്തിൽ പല ചോദ്യങ്ങൾ എനിക്ക് ഉണ്ടായപ്പോൾ, പല കൺഫ്യൂഷൻസ് ഉണ്ടായപ്പോൾ, ഞാൻ ഇടയ്ക്ക് പിന്നെയും ആ പുസ്തകത്തിലേക്ക് മടങ്ങി എത്തി നോക്കിയിട്ടുണ്ട്. എത്തി നോക്കിയപ്പോൾ ഞാൻ അതിന്റെ ഒരു ടൈറ്റിലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ആലോചിക്കുകയായിരുന്നു. ബോൺ ക്രൂസിഫൈഡ്. അതിന്റെ ഒരു PDF കോപ്പി ഞാൻ ഐ വിൽ ട്രൈ ടു പുട്ട് ഇൻ വാട്സ്ആപ്പ്. കിൻഡിൽ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആൻഡ്രോയിഡിലൊക്കെ, ഫോണിലൊക്കെ. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് പേ ചെയ്യേണ്ടി വരും. PDF കോപ്പി അവൈലബിൾ ആണ്. ഐ വിൽ ട്രൈ ടു സെൻഡ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ജനിക്കുമ്പം ഈ ലോകത്ത് മനുഷ്യനായിട്ട് ഒരു കുഞ്ഞായിട്ട് ജനിക്കുമ്പോഴല്ല, ദൈവത്തിന്റെ ജീവനോടുകൂടി വീണ്ടും ജനിക്കുമ്പോൾ വി ആർ ബോൺ ക്രൂസിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലാണ് ജനിക്കുന്നത്. പുതിയ സൃഷ്ടി അതൊരു ക്രൂസിഫൈഡ് ബർത്താണ്. ക്രിസ്തുവിന്റെ ജീവൻ ആ ക്രൂശിന്റെ അവസ്ഥയിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അവനോടുകൂടി ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അപ്പോ എവ്രി ചൈൽഡ് ബോൺ ഇൻ ക്രൈസ്റ്റ് ഈസ് ക്രൂസിഫൈഡ് ആൻഡ് ഡെഡ് ടു സിൻ, ഡെഡ് ടു ഹിംസെൽഫ്, ഡെഡ് ടു എവറിഥിങ്. ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് ബുക്ക്. അത് അത്രയും ഡീപ്പായിട്ടുള്ള ഒന്നും ഞാൻ അതിനു മുമ്പ് വായിച്ചതായിട്ടും
ഞാൻ ഓർക്കുന്നില്ല. സോ ഇറ്റ്സ് റിയലി വിൽ ബി ആൻ എക്സ്പീരിയൻസ് ഫോർ യു. ഐ റെക്കമെൻഡ് ദാറ്റ് ബുക്ക്. ഞാൻ അതിന്റെ ഒരു കോപ്പി ഐ വിൽ ട്രൈ ടു പുട്ട് ദാറ്റ് ഇൻ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഒരു ക്രോസിൽ മാത്രമേ നമുക്ക് അത് യഥാർത്ഥ അഗപ്പെ അനുഭവിക്കാൻ പറ്റൂ. ഇതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പിടിച്ചു വരുത്താവുന്ന ഒരു കാര്യമല്ല. ഈ സ്നേഹം വെളിയിൽ കാണണമെങ്കിൽ ആരെങ്കിലും നമ്മളെ പിടിച്ച് ക്രൂശിൽ തറയ്ക്കണം. ദാറ്റ് മീൻസ് നമ്മൾ തകർക്കപ്പെടണം, നമ്മുടെ ആ ജഡം തകർക്കപ്പെടണം, നമ്മൾ നുറുക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഈ സ്നേഹം വെളിപ്പെടുന്നത്. ഈ ഒരു സ്നേഹം ക്രിസ്തു വെളിപ്പെടുത്തുന്നത് ക്രൂശിലാണ്. അത് നേരത്തെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞ് കർത്താവ് കാണിച്ചു തരുന്ന അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ആ സ്നേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്ന തൽക്കാലം നമുക്ക് ഇത്തിരി പെൻഡിങ്ങിൽ വെച്ചാലും വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഈ ജീവനെ പോലെയുള്ള വേറെ പല കാര്യങ്ങൾ, ജീവനെ പോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ലോകത്തിലുണ്ടാവും. ഇതെല്ലാം കൊടുക്കുന്നതിന്റെ ഭാഗമാണ്. നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം, നമ്മുടെ സമ്പത്ത്, നമുക്ക് ദൈവം തന്നത് എല്ലാം വേറൊരാളോടുള്ള സ്നേഹത്തിൽ, അഗപ്പയിൽ, അതിൽ ആളാവാൻ വേണ്ടിയോ ആത്മീകമായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയോ അല്ല. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആത്മീകമായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പല റിലീജിയസ് ഗിവിങ്ങും ആത്മീകമായൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ്. ആത്മീകമായൊരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ കൊടുത്തല്ലോ ആ ഫീലിങ്ങിന് വേണ്ടിയല്ല, പ്യുവർ ലവിൽ നിന്നത് വരിക എന്നുള്ളതാണ്. ദാറ്റ്സ് എ ഹ്യൂജ് ജംപ്. നമുക്ക് ആദ്യം പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് ഏറ്റവും ലോവർ ലെവലിലുള്ള കൊടുക്കലുകൾ എന്ന് പറയുന്നത്. 10 രൂപ കൊടുത്താൽ ദൈവം 100 രൂപ സഹായിക്കും. കുറച്ചുകൂടെ നമ്മൾ മര്യാദക്കാരുണ്ട്, അത്രയും വലിയ പ്രതീക്ഷയില്ല. എന്നാൽ ഒരു സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കൊടുത്തല്ലോ അല്ലെ ചെയ്തല്ലോ, അതിനുവേണ്ടിയല്ല, പ്യുവർ ലവിൽ നിന്ന് വരുന്ന സൽപ്രവൃത്തി. അതായത് ദൈവം അവന്റെ അഗപ്പേക്കകത്തുനിന്ന് ഉളവാക്കുന്ന ഗിവിങ്സ് ആണ്. അത് നമുക്ക് എല്ലാം അങ്ങനെ അങ്ങോട്ട് സന്യാസിയെ പോലൊന്നും പറ്റിയല്ല. കാരണം നമ്മുടെ ആ ജഡം തകരാൻ ഒത്തിരി അങ്ങനെയല്ല അത്. ഇറ്റ്സ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. നമ്മൾ വളർന്നു വരികയാണ്, അനുസരണത്തിലേക്ക് വളർന്നു വരിക. ഓക്കെ, നമ്മളോട് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതൊന്നും വരികയല്ല, എല്ലാം എടുത്ത് കൊടുക്കേണ്ടതൊന്നും വരികയല്ല. പക്ഷെ നമ്മൾ 1 രൂപ കൊടുത്താലും അത് അഗപ്പയിൽ നിന്നുണ്ടാകുന്ന കംപ്ലൈൻസ് ഇല്ലാതെ സ്നേഹത്തോടെ നൽകാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ എന്തിനാ ഷെയറിങ്ങിനെ കുറിച്ചോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഈ അഗപ്പയുടെ ശത്രുവായിട്ട് കാണുന്നത് എന്തിനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോകസ്നേഹത്തെയാണ്. ലോകത്തിലുള്ള എന്തിനെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അവനിൽ പിതാവിന്റെ സ്നേഹം അവനിൽ വസിക്കുകയില്ല എന്നാണ്. അതായത് ലോകത്തിലുള്ള എന്തിനോടെങ്കിലും നമുക്കൊരു ആസക്തി ഉണ്ട്. അപ്പൊ തികഞ്ഞ സ്നേഹം എന്താ ചെയ്യുന്നത്? തികഞ്ഞ സ്നേഹം നമ്മെ ലോകമയത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ഈ തികഞ്ഞ സ്നേഹത്തെ ലോകസ്നേഹത്തിന് ഓപ്പോസിറ്റ് ആക്കി വരുത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് നമ്മളെ നോക്കിയപ്പോ, ഈ ഗുണമില്ലാത്ത എന്നെ നോക്കിയപ്പോ, പാവിയും അനുസരണമില്ലാത്തവനുമായ എന്നെ നോക്കിയപ്പോ കർത്താവ് ചിന്തിക്കുകയാണ്, സ്വർഗത്തിലെ മഹിമകളെക്കാളും ഇവനെ രക്ഷിക്കുന്നതാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് സ്വർഗത്തിലെ മഹിമകളെക്കാളും വിലയുണ്ട് ഈ ചെയ്സ് എന്ന പാവിക്ക്. സോ ഐ ചൂസ് ഹിം ഓവർ ദ ഗ്ലോറി. ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു ദാസരൂപമെടുത്ത് ഈ ലോകത്തിൽ വന്നത് എന്നെപ്പോലൊരു പാവിയെ രക്ഷിക്കാനാണ് എങ്കിൽ കർത്താവ് നമ്മളോട് പറയാണ്, ഇതേ സ്നേഹം ഈ ലോകത്തിന്റെ മഹത്വമല്ലേ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുള്ളൂ. അതിനെ സ്നേഹിച്ചാൽ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ? ദൈവം നമ്മളെ എങ്ങനെയാണോ സ്നേഹിച്ചത് ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, ദൈവം ഉപേക്ഷിച്ചത് അവന്റെ സ്വർഗീയ മഹത്വത്തെ ആണെങ്കിൽ നമ്മൾ അത്രയും വരുമെന്നല്ലോ. നശിച്ചു പോകുന്ന ഈ ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് സഹോദരനെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയർ അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ. അത് നമ്മളെ കൊണ്ട് കഴിയില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും, ഇത്രയും നാളായിട്ട് എന്താണ് ഇദ്ദേഹം യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് സംസാരിക്കാതിരുന്നത്. ഇതാണ് അതിന്റെ റീസൺ.
ഈ തികഞ്ഞ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹെൽപ്ലെസ്നെസ് ആണ് അതിൽ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരുന്നത്. നമ്മൾ വളരെ ഡീപ്പായിട്ട് ഈ ലോകവുമായിട്ട് കുരുങ്ങിയവരാണ്. വിശുദ്ധീകരണം എന്ന് പറയുന്ന പതുക്കെ പതുക്കെ നമ്മൾ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനർത്ഥം നമ്മൾ നാളെ സന്യാസിയായിട്ട് എല്ലാം വിട്ടിട്ട് പോകും, അങ്ങനെയല്ല. ആ ലവ് നമ്മളിൽ നിന്നുണ്ടാകുന്നതാണ് പ്രധാന ഫാക്ടർ. ബാക്കിയല്ല അതിന്റെ ബാക്കിയാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് വാട്ട് വി ഡു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ആരായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനം എന്ന് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് കാനോട്ട് കോ എക്സിസ്റ്റ്. അപ്പൊ പിതാവിന്റെ സ്നേഹവും ലോകത്തോടുള്ള നമ്മുടെ സ്നേഹവും ഒരേ സമയത്ത് നിലനിൽക്കില്ല. ഒരേ സമയത്ത് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല. വൺ എക്സ്ക്ലൂഡ്സ് ദ അതർ, വൺ കിക്സ് ഔട്ട് ദ അതർ. ഒന്ന് മറ്റൊന്നിനെ പുറത്താക്കുന്നു. ഓക്കെ, അപ്പൊ ലോകത്തിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. അപ്പൊ ലോകത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാക്കുന്ന ആസക്തി അതെല്ലാം പിതാവിൽ നിന്ന് വരുന്നതല്ല, അത് ഈ മണ്ണിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇപ്പൊ ദൈവ ഇഷ്ടം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം? നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയത്തിൽ നിന്ന് മാറി. ഈ ദൈവ ഇഷ്ടം ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്തൊക്കെയോ ഇഷ്ടത്തെ മനസ്സിലങ്ങ് ചിന്തിക്കുവോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്തോ? സ്നേഹിക്കുന്ന വിഷയമാണ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ? ഈ സ്നേഹമുള്ളവൻ, അതായത് പിതാവിന്റെ സ്നേഹം ആരിൽ വസിക്കുന്നോ അവൻ, പിതാവിന് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി ആര് ചെയ്യുന്നോ അവൻ എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിത്യതയിലേക്ക് കടന്നവനാണ്, അവൻ ഇറ്റേണലി ലിവിങ് ആണ്, അവൻ ഇവിടെയുള്ള മഹത്വം അവന് പ്രശ്നം അല്ല എന്നാണ് ഈ ഭാഗം പറയുന്നത്. അപ്പം നിത്യതയിലേക്ക് ഓൾറെഡി കടന്നവർക്ക് ലോകത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. കാരണം അത് ഒഴിഞ്ഞു പോകുന്നതാണ്. നമ്മൾ ഒരിക്കലും ഒഴിഞ്ഞു പോകാത്ത ഒരു മഹത്വത്തിലേക്ക് ഓൾറെഡി നോക്കിയവരും ആ കലപ്പമേൽ കൈവച്ചവരുമാണ്. ഇതാണ് ഈ അധ്യായം നമ്മളെ പഠിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ വാഴുന്നതിന് തടസ്സം നമുക്ക് പ്രധാനമായും ഈ ലോകത്തോടുള്ള നമ്മുടെ ആസക്തിയാണ്. ഈ ലോകത്തോടുള്ള ആസക്തി എന്ന് പറയുന്നതിനകത്ത് ഒന്ന്, നമ്മൾ ജഡം കൊണ്ട് മോഹിക്കുന്ന പാപസംബന്ധമായ കാര്യങ്ങൾ, മറ്റൊന്ന് കണ്ണുകൊണ്ട് കാണുന്ന ലോകത്തിന്റെ പ്രഭുത്വത്തിൽ നിന്ന് വരുന്ന സന്തോഷങ്ങൾ, മൂന്ന് ജീവനത്തിന്റെ പ്രതാപം. അതായത് ഇവിടെ നമ്മൾ അതിജീവിക്കുകയല്ല, പ്രതാപവാന്മാരാകാൻ ശ്രമിക്കുകയാണ്. ജീവനത്തിന്റെ പ്രതാപം രണ്ടും രണ്ടാണ്. അതിജീവനം, ഉപജീവനം നമുക്ക് ആവശ്യമാണ്, എന്നാൽ അതിന് പ്രതാപം ആവശ്യമില്ല. അതിജീവനവും ഉപജീവനവും നമുക്ക് കഴിയും, എന്നാൽ അതിന്റെ പ്രതാപം അത് വരുമ്പോൾ അതിന്റെ ഗ്ലോറി, അതിജീവനത്തിന് എന്തിനാ ഗ്ലോറി? ആ ഗ്ലോറി ദൈവത്തിൽ നിന്നുള്ളതല്ല. അതിജീവനം ദൈവം തരുന്നതാണ്, ഉപജീവനം ദൈവം തരുന്നതാണ്. എന്നാൽ അതിന്റെ മഹത്വം നമ്മൾ ആരോപിക്കുകയാണെങ്കിൽ, അതിന് മഹത്വം ആരോപിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല ആ മഹത്വം. അതുപോലെ ജഡം നമ്മളെ പാപവുമായും പാപമോഹങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു. കണ്ണ് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് മോഹിക്കാവുന്നതിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നു. പ്രതാപം മറ്റുള്ളവരുടെ അംഗീകാരത്തിലേക്കും ഇവിടെയുള്ള പ്രതാപവാന്മാരായി ജീവിക്കാനുള്ള ആഗ്രഹത്തിലേക്കും അത് കണക്ട് ചെയ്യുന്നു. ഇത് മൂന്നും ദൈവത്തിൽ നിന്നല്ല, ഇത് മൂന്നും മനുഷ്യന്റേതാണ്, ലോകത്തിൻ്റെതാണ്, നശിച്ചു പോകുന്നതാണ്. ഇനി നമുക്ക് കാണാൻ പോകുന്നത്, ഈ അധ്യായം തീരുന്നവരെയും കാണാൻ പോകുന്നത് നമ്മളെ വഴിതെറ്റിക്കുന്ന ഉപദേശങ്ങളെ കുറിച്ചാണ്. അനേകം എതിർ ക്രിസ്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എതിർ ക്രിസ്തു വരാൻ പോവുകയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ സഭയോട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ എതിർ ക്രിസ്തു വരാൻ പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അന്ത്യനാഴികയെ കുറിച്ച്
യോഹന്നാൻ കൊടുക്കുന്നത്. എതിർ ക്രിസ്തു വരാൻ പോകുന്നു. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ എതിർ ക്രിസ്തു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ക്രിസ്തുവിനെതിരായ എല്ലാമാണ്. ക്രിസ്തുവിനെതിരായ എല്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ക്രിസ്തു എന്തിനു വേണ്ടി നിൽക്കുന്നില്ല, അതിനെതിരെ ഉള്ളതെല്ലാം എതിർ ക്രിസ്തുവിൻ്റെതാണ്. ഉപദേശങ്ങൾ അനേകരെ വഞ്ചിക്കാൻ വരുന്ന, അതാണ് അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ എതിർ ക്രിസ്തുക്കൾ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? വെളിയിൽ നിന്ന് വരുന്നവരല്ല, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. എങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടി പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. അപ്പോൾ സഭയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നവർ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നവർ, വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? എതിർ ക്രിസ്തുക്കൾ ഉണ്ടാകുന്നു, വെളിയിൽ നിന്നല്ല. ഇവിടെ ഹിറ്റ്ലർ എതിർ ക്രിസ്തു വന്നു, സദ്ദാം ഹുസൈൻ എതിർ ക്രിസ്തു വന്നു, ഒബാമ എതിർ ക്രിസ്തു വന്നു വരെ നമ്മൾ കേട്ടു. നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കും. ഈ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട്, ഇത് കണ്ടോ ബ്രദറെ, ഇത് സൂചിക്കുഴയിലൂടെ 666 വരുന്നു. ഇഞ്ചക്ഷൻ, വാക്സിനേഷനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് വരുന്നതിന് പകരം അവിടെ നിന്നും ഇവിടെ നിന്നും വായിച്ച് ഗ്രീക്കിൽ ഇതിന്റെ അർത്ഥം ഇതാണ്, ഹീബ്രു ഇതിന്റെ അർത്ഥം ഇതാണ്, വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 666 മുദ്രയേറ്റ പോലെയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണം, ഈ ശരിക്കും എതിർ ക്രിസ്തു വരുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് അതൊരിക്കലും മറന്നു പോകരുത്. കാരണം ക്രിസ്തുവിനെ നിഷേധിക്കുകയാണ് അവന്റെ പണി. ഓക്കെ, ക്രിസ്തുവിനെതിരെയുള്ള ഒരു തത്വം പുറപ്പെടുന്ന എപ്പോഴും സഭയിൽ നിന്ന്. വെളിയിൽ നിന്ന് വരുന്നവരെ നമുക്ക് സൂക്ഷിക്കാൻ അറിയാം. വെളിയിൽ ഒരുത്തൻ നിന്ന് ഒരുത്തൻ വന്നാൽ നമ്മൾ അവനെ സൂക്ഷിക്കുമെന്ന് ഉറപ്പാണ്. നമ്മളവന്റെ ഉപദേശങ്ങളിൽ അങ്ങനെ വീഴില്ല. എന്നാൽ ഈ സഭയ്ക്കകത്തുനിന്ന് വരുമ്പോഴാണ് എതിർ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത്. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എതിർ ക്രിസ്തു വരുന്ന എപ്പോഴും ഒരു വഞ്ചനയിലൂടെയാണ്. നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർ നമുക്കുള്ളവരാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. ദേ വിൽ ഷോ ഓൾ എവിഡൻസസ് ഓഫ് റീജനറേഷൻ, ഓൾ എവിഡൻസസ് ഓഫ് റീജനറേഷൻ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്ര നല്ല മനുഷ്യരാ, എന്താ പ്രസംഗം, എന്താ ശുശ്രൂഷ, ഇവരൊക്കെ. പക്ഷെ കുറെ കഴിയുമ്പോൾ അവരെ കാണുകയില്ല. ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, അത്ഭുത പ്രവൃത്തികളായിരിക്കും, പ്രസംഗങ്ങൾ കേട്ടാൽ നമ്മൾ കിട്ടുകിട വരയ്ക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ കാണുകയില്ല. ഇതിനെയാണ് നമ്മൾ ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഈ ഡിസെപ്ഷൻസ് വരുന്നത്, വെളിയിൽ നിന്നല്ല. ഓക്കെ, ഇന്ന് ഞാൻ യാദൃശ്യം ഈ നിത്യാനന്ദ എന്ന് പറഞ്ഞൊരു സന്യാസിയുണ്ട്, മഹാപ്രശ്നക്കാരനായ ഒരു സന്യാസിയാണ്. ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് നാട് കടത്തിയാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ഡോക്യുമെന്ററി, 5 മിനിറ്റ് ഡോക്യുമെന്ററി. ഇദ്ദേഹം ആരെ അനുഗ്രഹിച്ചാലും അവർക്ക് സൗഖ്യമാവും, അല്ലെങ്കിൽ കുഞ്ഞില്ലാത്തവർക്ക് കുഞ്ഞുണ്ടാവും. ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഒരു കപ്പിളിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചല്ല, തലയെ കൈവച്ചു, പൈനാപ്പിളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പൈനാപ്പിൾ തിന്നപ്പോൾ അവർക്ക് കൊച്ചുണ്ടായി. ആൾക്കാർ വലിയ ആശ്രമം കിട്ടിക്കൊടുത്തു. പക്ഷെ എല്ലായിടത്തും പുള്ളി തല്ലി ഓടിക്കുമായിരുന്നു ഈ സ്ത്രീ വിഷയത്തിൽ പ്രശ്നമായിട്ട്. പക്ഷെ അത്ഭുതങ്ങൾ എല്ലായിടത്തും നടത്തും. ഞാനത് കേട്ടപ്പോ ഓർത്തു, അയാൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? ആണോ തോന്നിയോ? ഇല്ലല്ലോ. പൈനാപ്പിളിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നിയോ കൊള്ളാമല്ലോ എന്ന് തോന്നിയില്ലല്ലോ? തോന്നിയില്ല. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടതല്ല. നമ്മുടെ ഇടയിൽ നിന്ന് ഇതേപോലുള്ള അനേകർ പുറപ്പെട്ടിട്ടുണ്ടല്ലേ ല്ലോ. അപ്പൊ നമ്മുടെ ഇടയിൽ നിന്ന് ഇതുപോലെ അനേകർ പുറപ്പെട്ടിട്ടുണ്ട്. ഇതേ മതം, അതായത് ഈ സന്യാസി കാണിക്കുന്ന അതേ മതം തന്നെ നമ്മുടെ ഇടയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എതിർ ക്രിസ്തു വെളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളത് അപ്പൊ തന്നെ തള്ളിക്കളയും. പക്ഷെ അകത്തുനിന്ന് വന്നാൽ നമുക്ക് പലപ്പോഴും ചതി പറ്റും. അതുകൊണ്ടാണ് ഈ അപ്പോസ്തലിക ഉപദേശത്തിൽ നമ്മൾ ഉറപ്പിക്കപ്പെടേണ്ടത്. എന്താണ് ഈ അപ്പോസ്തലന്മാർ പറഞ്ഞത്? എങ്ങനെയാണ് ഒരാളെ തിരിച്ചറിയേണ്ടത്? അതിന്റെ ഫലം എന്താണ്? എവിടെയാണ് നമ്മളെ എത്തിക്കുന്നത്? എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു.
അപ്പോൾ എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക. ഇപ്പൊ തന്നെ ഒത്തിരി എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റുണ്ടാവും. അന്ത്യകാലമാകുമ്പോൾ ഇവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ക്രിസ്തു പറഞ്ഞതിനെതിരെ, ഈ ഉപദേശങ്ങൾക്കെതിരെ പൗലോസ് പറയുന്ന ഈ ഉപദേശത്തിന് വിരോധമായി ഒരുവൻ എഴുന്നേറ്റാൽ ആ സഭയിൽ ശാപമാണ്. ആ ശപിക്കപ്പെട്ടവന് സഭ, ആ ദൂതനായാൽ പോലും അങ്ങനെ ഇതിനെതിരെ പറഞ്ഞാൽ. കാരണം നമുക്ക് തന്നെ അറിയാം, ഇത് വായിക്കുമ്പോൾ ഞാൻ ഈ യോഹന്നാന്റെ ലേഖനത്തിന് മുമ്പിലാണ് ഏറ്റവും കൂടുതൽ തകർന്നിട്ടുള്ളത്. കാരണം ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറം കാര്യങ്ങൾ പലതും. ഈ അകപ്പെ കാണാൻ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ. സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഇറ്റ്. കാരണം ഞാൻ ചലഞ്ച് ചെയ്യപ്പെട്ട പല സമയത്തും ഈ അകപ്പയാണോ എന്നിൽ നിന്നുണ്ടായതെന്ന്, ഞാനിത് എങ്ങനെ പ്രസംഗിക്കും എന്നുള്ളൊരു ഭയങ്കരമായ ആങ്സൈറ്റി എനിക്ക് ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ബട്ട് ഗോഡ് ഗേവ് മീ എ വേ. ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ തയ്യാറല്ലെങ്കിൽ പോലും ഇതെന്താണ് ഇതെന്ന് ദൈവം എന്നെ കാണിച്ചു തന്നുകൊണ്ടാണ് ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും, നമ്മുടെ കൂടെ നിന്ന് പുറപ്പെടുന്നവരാണെങ്കിലും അവർ നാളെ നമ്മളൂടെ കാണുകയില്ല. അതെന്തുകൊണ്ട് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരാണ് എന്നുള്ളത് പ്രസിദ്ധമാകേണ്ടത്. ഉദാഹരണത്തിന്, ഞാൻ ആന്ധ്രയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇവിടെ എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും ഗ്രേസ് എന്ന് ചേർത്ത് വേണം. കാരണം എനിക്ക് ദൈവത്തിന്റെ കൃപ എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, ഗ്രേസ് എന്ന് പറയുന്നത് ഇവിടെ കുറെ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് ദുരുപദേശം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ഗ്രേസ് മിനിസ്ട്രീസ്, ഫ്രീ ഗ്രേസ് മൂവ്മെന്റ്. പക്ഷെ പതുക്കെ പതുക്കെ എന്ത് മനസ്സിലായി, അവര് കത്തോലിക്ക സഭയെ പോയി ചേർന്നു. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടെങ്കിലും അവർ എതിർ ക്രിസ്തുക്കളായിരുന്നു. അവര് നമ്മുടേതല്ലെന്ന് പ്രസിദ്ധമാകേണ്ടതാണ്. അവർ നമ്മുടെ കൂട്ടത്തിലുള്ളവരായിരുന്നെന്ന് ഇപ്പോഴും ഇരുന്നിരുന്നെങ്കിൽ ഇനിയും അനേകരെ വഞ്ചിക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. അതുകൊണ്ട് അവർ നമ്മുടെ ആളുകളല്ല എന്നുള്ളത് പ്രസിദ്ധമാകേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ അവർ പോയത് ആവശ്യമായിരുന്നു. എന്തുകൊണ്ട് ആവശ്യമായിരുന്നു? ഈ ദൈവകൃപയുടെ സുവിശേഷം ആളുകൾക്ക് മറഞ്ഞുപോയതിനെയും ആ ഒരു ദുരുപദേശം കാരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അനേകം എതിർ ക്രിസ്തുക്കൾ നമ്മളുടെ നിന്ന് എഴുന്നേൽക്കും. അന്ത്യകാലം ആകുമ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. ക്രിസ്തുവിന് വിരോധമായ സുവിശേഷവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളുടെ പ്രത്യാശ എടുത്ത് കളയുന്ന അനേകം പഠിപ്പിക്കലുകൾ അവരിൽ നിന്നുണ്ടാകും. നമ്മുടെ വിശ്വാസത്തെ അവർ തകർത്തുകളും. നമ്മൾ സ്വാശ്രയികളായി മാറും. നമ്മൾ കർത്താവിനെ നോക്കാത്തവരാകും. നമ്മൾ സ്വയനീതിക്കാരായി മാറും. നമുക്ക് ദൈവത്തിന്റെ പ്രത്യാശ ഇല്ലാതെ വരും. നമ്മളിൽ പാപം ഉണ്ട് എന്ന് പോലും നമുക്ക് തോന്നാത്ത അവസ്ഥ വരും. ഇതെല്ലാം ഇന്ന് വളരെയധികം വ്യാപരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ അന്ന് പറഞ്ഞതിനേക്കാളും പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് പറയാൻ പറ്റും, അന്ത്യകാലം വളരെയധികം അടുത്തിരിക്കുന്നു. ക്രിസ്തുവിന് വിരോധമായ അനേകം ശബ്ദങ്ങൾ നമ്മുടെ ചുറ്റും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചു വരും കേട്ടോ. ഈ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ എത്തുവാനുള്ള തടസ്സങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ഒന്ന് ലോകസ്നേഹമാണ്. ലോകസ്നേഹം ഈ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ എത്തുന്നതിൽ നിന്ന് തടയും. 2, എതിർ ക്രിസ്തുക്കളുടെ വഞ്ചനയാണ്. അത് സഭയ്ക്കകത്ത് തന്നെ പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള ഡിസെപ്റ്റീവ് ഡോക്ട്രിൻസ്, ചതിക്കുന്ന ഉപദേശങ്ങൾ. ഇപ്പൊ ഞാൻ ചതിക്കുന്ന ഒരു ഉപദേശത്തെ കുറിച്ച് കഴിഞ്ഞ സൺഡേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഞായറാഴ്ച. അതായത് നമുക്ക് ആദ്യം ഈ കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ യാക്കോബ സഭയിൽ നിന്നൊക്കെ വരുമ്പം ആദ്യം ഞാൻ കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യാക്കോബയിലും കത്തോലിക്കയിലും ഒക്കെ സ്നേഹം, സേവനം, സാഹോദര്യം എന്നിങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങളേ ഉള്ളൂ, നമ്മൾ മാത്രമാണ് ഉപദേശം പറയുന്നതെന്നായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഉപദേശം മാത്രമേ ഉള്ളൂ, സ്നേഹവും ഇല്ല, സേവനവും ഇല്ല എന്നുള്ള അവസ്ഥ. അറിയാതെ എല്ലാവരും ഉപദേശം പറയുന്നുണ്ട്. 5 പോയിന്റ്, 4 പോയിന്റ്, 3 പോയിന്റ് ഉപദേശങ്ങൾ. ഓക്കെ, തർക്കങ്ങള്, വാദങ്ങള്. പക്ഷെ ഇതിനിടയിൽ സഹോദരനെ സ്നേഹിക്കാൻ മതി. 2 എക്സ്ട്രീംസ് ആണ്. അപ്പൊ ഇതിനകത്തുനിന്നൊരു മൂവ്മെന്റ് തുടങ്ങുകയാണ്. ഉപദേശമല്ല കാര്യം, ജീവിതമാണ്. എത്ര പേര് നമ്മളെ വഞ്ചിച്ചു. ആദ്യം സ്നേഹം, സേവനം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആൾക്കാര് മാനുഷികമായ ഒരു സ്നേഹത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും പറഞ്ഞു പഠിപ്പിച്ച് മനുഷ്യരെ നന്നാക്കാൻ ശ്രമിച്ചു.
അപ്പൊ അതാവശ്യമില്ല, ഉപദേശം മതി എന്ന് പറഞ്ഞ് ഉപദേശമായിട്ട് വന്നിട്ട് ആ സ്നേഹത്തെ അങ്ങ് വിട്ട് കളഞ്ഞു. പിന്നെ കുറെ ആൾക്കാർ വന്നിട്ട് ഉപദേശവുമല്ല കാര്യം, ജീവിതമാണ് കാര്യം, ദൈവം ജീവിതമേ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉപദേശം എന്തായാലും കുഴപ്പമില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നു. ഇതെല്ലാം പത്യോപദേശത്തിന് വിരോധമാണ്. കാരണം ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വസിച്ചാൽ മാത്രമേ നമ്മൾ അനുസരണമുള്ളവരും ജീവിക്കുന്നവരുമായി മാറുകയുള്ളൂ. ക്രിസ്തു നമ്മിൽ വസിക്കാതെ, അവന്റെ സ്നേഹം നമ്മിൽ വാഴാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കും പോകാൻ കഴിയുകയില്ല. അപ്പോൾ പത്യോപദേശത്തിൽ ഉറയ്ക്കുകയും അതിൽ നമ്മൾ ഫലം കായ്ക്കുകയും ചെയ്യുവാൻ നമ്മളെ അനുവദിക്കാത്ത, ഇടയിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാം ചെറിയ തോതിലായാലും വലിയ തോതിലായാലും അതെല്ലാം എതിർ ക്രിസ്തുവിന്റെ വഞ്ചനകളാണ് എന്നാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് ഉപദേശത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പ്രതിഫലനമാണ്. എന്താണ് നമ്മുടെ ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂശിലൂടെ വെളിപ്പെടുന്ന സ്നേഹമാണ്. നമ്മളെ ക്രൂശിൽ ഒരുത്തിന് അടിക്കുമെന്ന് വെച്ചോ, നമ്മളെ ക്രൂശിൽ തറയ്ക്കുമെന്ന് വെച്ചോ, ആ ആളോട് തോന്നുന്ന സ്നേഹം, അല്ലെങ്കിൽ ആ നിസ്സഹായാവസ്ഥയിൽ എനിക്ക് തോന്നുന്ന സ്നേഹമാണ് ശരിക്കും അഗപ്പെ എന്ന് പറയും. ഇത് ഉപദേശത്താൽ മാത്രമേ വരികയുള്ളൂ, ആത്മാവ് നമ്മിൽ വസിച്ചാലേ വരികയുള്ളൂ, ക്രിസ്തു നമ്മിൽ ഉളവായാലേ വരികയുള്ളൂ. അത് സഭയുടെ ശുശ്രൂഷകളിലൂടെയാണ് നമ്മൾ ആ ക്രിസ്തുവിൽ വളരുന്നത്, ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വളരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഉപദേശം കൃത്യമായിരിക്കുക എന്നുള്ളത്. എസ്പെഷ്യലി പെർട്ടൈനിങ് ടു സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ, രക്ഷയെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഉപദേശങ്ങൾ. ഓക്കെ, 20-ാം വാക്യം മുതൽ പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തെ കുറിച്ചാണ്. 20 മുതൽ 27 വരെ. ഇതെന്തിനാണ്? സത്യം നമ്മൾ അറിയാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ അഭിഷേകം, ദൈവം അവന്റെ ആത്മാവിന്റെ അഭിഷേകത്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാനും ലോകസ്നേഹത്തിൽ നമ്മൾ വീണു പോകാതിരിക്കാനും വേണ്ടിയാണ്. അവിടെ പറയുന്നത്, നിങ്ങൾ സത്യം അറിയായതുകൊണ്ടല്ല, നിങ്ങളത് അറിയയാലും ബോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്കിത് എഴുതിയിരിക്കുന്നു. 20-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോ അങ്ങനെയല്ല. എങ്ങനെയല്ല? ഈ കൂടെ ഉള്ളവര അല്ല എന്ന് പറഞ്ഞ കുറെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ, വിട്ടുപോയവരെ. നിങ്ങൾ അവരുടെ കൂട്ടത്തിലുള്ളവരല്ല, അവർ നമുക്കുള്ളവരല്ലായിരുന്നു. അത് നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മളിവിടെ കണ്ടേനെ. അപ്പൊ നമ്മളിവിടെ ഇല്ല, അതിനർത്ഥം അവർ നമുക്കുള്ളവരല്ല. അത് പ്രസിദ്ധമാകേണ്ടത് ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് അവർ പോയത്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലതും അറിയുന്നു. അപ്പൊ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നെന്നോ, പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറയുന്നെന്നോ, പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് രോഗശാന്തി വരുത്തുന്നൊന്നും അല്ല. അതൊക്കെ നിങ്ങൾ മറ്റേ പഴയവരുടെ ഗ്രൂപ്പിലും കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഈ എതിർ ക്രിസ്തുക്കളുടെയിലും ഏറെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ പറയുന്നത് ദൈവത്തെ അറിയുന്ന അഭിഷേകം, ദൈവത്തെ അറിയുവാൻ നമ്മളെ സഹായിക്കുന്ന ആ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെന്നാണ്. അതായത് പരിജ്ഞാനം നമുക്ക് തരുന്ന ക്രിസ്തുവിന്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട്. ക്രിസ്തു ആരാണെന്ന് ഓരോ സെക്കൻഡിലും വെളിപ്പെടുത്തി തരുന്ന അവന്റെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ ആ ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ട് എന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അഭിഷേകം ഉള്ളവരും നശിച്ചു പോകുന്നവരും തമ്മിലാണ് വ്യത്യാസം. നിങ്ങൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലുള്ളവരല്ല, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരുടെ കൂട്ടത്തിലുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾ സത്യം അറിയാനുള്ള സത്യത്തിന്റെ പരിജ്ഞാനം നിങ്ങളുടെ മേൽ ദൈവം നൽകിയിട്ടുണ്ട്. ഓക്കെ, അതറിയാലും പോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും രണ്ട് കൂട്ടരാണ് ലോകത്തിലുള്ളത്. ഒന്ന് നമുക്കുള്ളവരല്ലാത്തവർ, മറ്റൊന്ന് ആത്മാവിന്റെ അഭിഷേകമുള്ളവർ. ഈ രണ്ട് കൂട്ടരെ ലോകത്തുള്ളൂ. ഈ എന്തിന്റെ അഭിഷേകമാണ്? അന്യഭാഷയുടെ അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ അത്ഭുതങ്ങളുടെ അഭിഷേകമല്ല. ഓക്കെ, അങ്ങനെ ശുശ്രൂഷാപരമായ അഭിഷേകം പുതിയ നിയമത്തിലില്ല. ശുശ്രൂഷാപരമായ അഭിഷേകം പഴയ നിയമത്തിലായിരുന്നു. പഴയ നിയമത്തിലെ അഭിഷേകം പുരോഹിതനായോ പ്രവാചകനായോ രാജാവായോ ഉള്ള അഭിഷേകം അന്നുണ്ടായിരുന്നു, ശുശ്രൂഷാപരമായ അഭിഷേകം. എന്നാൽ ക്രിസ്തുവാണ് അഭിഷിക്തൻ എന്നുള്ളത് കൊണ്ട് ആ എല്ലാ അഭിഷേകങ്ങളും ക്രിസ്തുവിൽ പൂർണ്ണമായിരിക്കും. നമുക്കൊരു പുരോഹിതന്റെ ആവശ്യം ഇനിയില്ല. ഓക്കെ, പൗരോഹിത്യത്തിന്റെ അഭിഷേകം അവിടെ തീർന്നു. പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ അഭിഷേകത്തിന് കീഴിലേ ഉള്ളൂ. പുതിയൊരു സത്യം നമുക്കിനി വെളിപ്പെടാനില്ല. ക്രിസ്തുവിൽ എല്ലാ സത്യവും നിറഞ്ഞിരിക്കുന്നു. രാജാവായി നമുക്ക് ക്രിസ്തു മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതിന് വേറൊരു അഭിഷേകത്തിന്റെ ആവശ്യമില്ല. പുതിയ നിയമത്തിൽ അഭിഷേകത്താലുള്ള പ്രവചനമല്ല നടക്കുന്നത്, കൃപാവരമാകുന്ന പ്രവചനമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്ന ഒരു കൃപാവരമാണ്. പഴയ നിയമത്തിൽ അതൊരു അഭിഷേകമായിരുന്നു. അത് ക്രിസ്തു എന്ന അഭിഷേകത്തിന് മുന്നോടിയായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് കൃപാവരങ്ങളാൽ വരുന്ന പ്രവചനം മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് വ്യത്യാസമുണ്ട്. അതിന്റെ വ്യത്യാസം എന്താ നമുക്ക് ഞാൻ പറയാം ഇത്തിരി കഴിയുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോൾ അത് പറയാം. ഓക്കെ, ഓൾഡ് ടെസ്റ്റാമെന്റ് പ്രോഫസീസ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ആൻ അനോയിന്റിങ്, എ സ്പെഷ്യൽ അനോയിന്റിങ് ആസ് എ പ്രോഫറ്റ്. പുതിയ നിയമത്തിലെ പ്രവചനം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഈ വ്യാജം പറയുന്നവർ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ പറയാം: യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ആരും ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിഷേധിക്കുന്നവരല്ല. നമ്മുടെ കൂടെ ഉള്ള ഓരോ വിട്ടുപോയവരും, യാക്കോബക്കാരായാലും കത്തോലിക്കരായാലും ലോകത്തുള്ള ആരും ഈ ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിഷേധിക്കുന്നവരല്ല, ക്രിസ്ത്യാനിന് വേറുള്ള ആരും. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും നിഷേധിക്കുന്നവരാണ്. ജീവിതത്തിൽ പലപ്പോഴും നിഷേധിക്കുന്നു. ആലോചിച്ച പലപ്പോഴും നമ്മള് പല സംസാരങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പല സംസാരങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിനെ നിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പെടുന്നു. അതായത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ വരുന്നു. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജീവനെ അത് വേണ്ട, അത് പ്രാക്ടിക്കൽ അല്ല, അത് നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ബിസിനസ്, ഡിഫറെന്റ് ബിസിനസ്, ആ ഒരു നിഷേധം ഈ പാപജടത്തിൽ എപ്പോഴും ഉണ്ട്. ക്രിസ്തുവിനെതിരായ ഒരു പാപജടം ഈ പല മനുഷ്യരുടെയും ഉള്ളിൽ എപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ശത്രുത്വം അവിടെ കർത്താവിനുള്ള നമ്മുടെ ജഡത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നതിനുള്ള കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെ നിഷേധിക്കുന്നതിന് എതിർ ക്രിസ്തു ആകുന്നു. പുറമെ അങ്ങനെ അല്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളില് കർത്താവിനെ നിഷേധിക്കുന്ന നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഈ പല ദുരുപദേശക്കാരും തുടങ്ങുമ്പോൾ പറയുന്നതല്ല, അവസാനം പറയുന്നത്. ഇപ്പോ ഈ ഹൈപ്പർ ഗ്രേസുകാരെ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കും. അവരാദ്യം ക്രിസ്തുവിന്റെ ആൾക്കാരായിട്ടാണ് വന്നത്. പിന്നെ അവസാനം അവരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ജനിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുന്നു. അതുപോലെ ക്രിസ്തുവിന്റെ പ്രത്യേകമായ ആവശ്യമില്ല. ഡിനൈ ദ ഹോൾ വർക്ക് ഓഫ് ഗോഡ്. അവന്റെ ക്രൂശിലുള്ള യാഗത്തെ അത് അപ്രസക്തമാക്കി കളയുന്ന രീതിയിലാണ് അവർ പിന്നീട് പതുക്കെ അവരുടെ ഉപദേശം വേറെ രീതിയിലായിപ്പോയി. അനേകം ആളുകൾ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ എല്ലാ എക്സാമ്പിൾസും നിങ്ങളുടെ മുമ്പിൽ നെഗറ്റീവ് എക്സാമ്പിൾസ് എല്ലാം കൂടെ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യൻ വേണ്ട പറയുന്നില്ല, പറഞ്ഞാൽ എല്ലാം ഒത്തിരി ഉണ്ട് ഇങ്ങനെയുള്ള കേസുകൾ. നമ്മൾ വിചാരിക്കും, ഇവരെന്താ ഇത്രയും ബോധ്യം വന്നിട്ട് ഇങ്ങനത്തെ വ്യാജം പറയുന്നത്. കുറെ കഴിയുമ്പം ചിലർ സന്യാസിയായി മാറുന്നു, ചിലർ ഹിന്ദു മതത്തിൽ പോയി ചേരുന്നു, ചിലർ നട്ടാൽ കിളിർക്കാത്ത കള്ളങ്ങൾ അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെ അനേകം എക്സാമ്പിൾസ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവരാണ് പലരും. കുറെ കഴിയുമ്പോൾ തീർത്തും തലതിരിഞ്ഞ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതായിട്ട് കാണാം. അനേകം എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഓക്കെ, അപ്പോൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ എല്ലാ ദുരുപദേശങ്ങളും പോകുന്നത്. ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയാത്ത, ആ ഒരു ഫെയ്ത്തിലേക്ക് എത്തിക്കാത്ത, ആ ഒരു വിശുദ്ധീകരണത്തിലേക്ക് എത്തിക്കാത്ത എല്ലാ ഉപദേശങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ക്രിസ്തുവിനെതിരെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ ആദ്യം തുടങ്ങുമ്പോഴേ പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ഒരുത്തൻ പാപമില്ല എന്ന് പറഞ്ഞാൽ അവൻ കള്ളനാകുന്നു. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകും? കള്ളൻ ആരാന്ന് ആദ്യം പറഞ്ഞത്. ഓക്കെ, 8-ാം വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം അവനിൽ ഇല്ലാതെയായി. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. ഓക്കെ, അപ്പൊ കർത്താവിനെ അവൻ ആവശ്യമില്ലാതാകുന്നു. അതാണ് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നീതിമാനാണ്, എനിക്കിനി ഞാനൊരു പാപവും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? എനിക്കിപ്പോൾ കർത്താവിന്റെ മധ്യസ്ഥം ആവശ്യമില്ല. ദാറ്റ് മീൻസ് ഐ എം ഡിനൈങ് ഹിം. അവൻ കള്ളനാണ്.
ഇവിടെ കർത്താവിന്റെ മധ്യസ്ഥം ആവശ്യമില്ലാത്തവൻ, കർത്താവിന് ആവശ്യമില്ലാത്തവൻ കള്ളനാണ്. യോഹന്നാൻ ഇത് പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലമുണ്ട്. യോഹന്നാൻ ഇത് പറയുമ്പോൾ യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവരുണ്ടായിരുന്നു. യേശു ഒരു വെറും മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ടായിരുന്നു. ഓക്കെ, യേശുവിനെ ദൈവത്വം കൊടുക്കാത്തവരുണ്ടായിരുന്നു, മനുഷ്യത്വം കൊടുക്കാതെ ജഡത്തിൽ വന്നില്ല എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അവനൊരു അപ്പാരിഷനായിരുന്നു, അല്ലെങ്കിൽ അവനൊരു എന്താ പറയുന്ന ഒരു കാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒരു റിയൽ വ്യക്തി അല്ലായിരുന്നു ക്രിസ്തു. മുസ്ലിങ്ങളൊക്കെ പറയുന്ന പോലെ ക്രൂശിന് മുമ്പേ അവൻ സ്വർഗത്തിലോട്ട് പോയി. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടൊന്നുമില്ല, അവനെ ദൈവം മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ. സോ അങ്ങനെ ക്രിസ്തു ജഡത്തിൽ വന്ന് കഷ്ടം അനുഭവിച്ച് മരിച്ചു എന്ന് വിശ്വസിക്കാത്തവരും, യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്നവരും, ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരും, യേശു ക്രിസ്തു അല്ലെന്ന് പറയുന്നവരും, ഇങ്ങനെ അനേകം ദുരുപദേശങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ദുരുപദേശകരെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് യോഹന്നാൻ പറയുന്നത്. ഇവരെല്ലാം നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയവരാണെങ്കിലും ഇവരെത്തപ്പെട്ടിരിക്കുന്നതെല്ലാം ഓരോ തരം ദുരുപദേശങ്ങളിലാണ്. ഇന്നും അതൊരു മുന്നറിയിപ്പാണ് നമുക്ക്. നമ്മൾ അപ്പോസ്തലിക ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ ബ്രദറെ, ഇപ്പൊ തോന്നുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ബഹുദൂരം വളരെ വേഗം പോയല്ലോ എന്നുള്ള കാര്യം. ഞാൻ പണ്ട് കൊല്ലത്തുനിന്ന് പലപ്പോഴും ഈ പുനലൂരിന് പോകുന്ന ഒരു വഴിയുണ്ട്, ചെങ്ങന്നൂരിന് പോകുന്ന ഒരു വഴിയുണ്ട്. പുനലൂരിന് പോകുന്ന വഴിയും ചെങ്ങന്നൂരിന് പോകുന്ന വഴിയും സമാന്തരമായിട്ട് കുറച്ചു ദൂരം പോകുന്നു. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ പുനലൂരിനുള്ള വഴി ചെറുതായിട്ടൊന്ന് ചെരിയും. എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ അത്ര ഓർമ്മയില്ല. പണ്ട് ഈ മീറ്റർ ഗേജ് ആയിരുന്നപ്പോഴത്തെ കാര്യം എനിക്ക് അറിയുള്ളൂ, ശരിക്കും ഓർമ്മയാണ്. ഇപ്പം വഴി മാറിയെന്ന് എനിക്കറിയില്ല. ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടും ചെരിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വേണം പിന്നെ എന്നെ കാണുന്നത്. അങ്ങനെയാണ് ഈ ദുരുപദേശങ്ങൾ വരുന്നത്. അത് ആദ്യമേ എതിർവഴിയല്ല പോകുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ വണ്ടിക്കകത്ത് കയറ്റി അത് പോയി 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 ട്രാക്ക് തിരിഞ്ഞു പോകും, നമ്മൾ അറിയത്തേയില്ല. കുറെ ദൂരം നമ്മൾ നേരെ ട്രാക്കിന് സമാന്തരമായിരിക്കും, പിന്നെ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും. അപ്പൊ ഇതെല്ലാം ഈ എതിർ ക്രിസ്തുവിന്റെ വഞ്ചനകളുടെ പല പല വഴികളാണ് യോഹന്നാൻ നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ഓക്കെ, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. ഇനി നമ്മൾ ഒരു ഇത്തിരി പൊട്ടിത്തെറി ഉണ്ടാക്കാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകും. ഞാൻ യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. അത് കർത്താവ് പറഞ്ഞൊരു വാക്യമാണ്, പുത്രനുള്ളവനെ പിതാവുള്ളൂ എന്നുള്ളത്. നമ്മൾ ഈ ഇസ്രായേലിന് കൊടുക്കുന്ന ഓവർ പ്രാധാന്യം, പ്രത്യേകിച്ച് മലയാളികള്, പെന്തക്കോസുകാര്, ഈ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഇസ്രായേൽ എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യമാണെന്നൊരു ഫീലിംഗ്. പക്ഷെ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, പുത്രനില്ലാത്തവന് പിതാവും ഇല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും they are unbelievers under the curse. നമുക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരുവിധ ബാധ്യതയുമില്ല. അതിനിപ്പുറത്ത് താമസിക്കുന്ന അറബിയും അപ്പുറത്ത് താമസിക്കുന്ന ഇസ്രായേലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരേപോലെ പാപികൾ, ക്രിസ്തുവിനെ വേണ്ടവർ, യേശു ക്രിസ്തു ഇല്ലാത്തവർ, പുത്രനെ നിഷേധിക്കുന്നു. പുത്രനില്ലാത്തവർക്ക് പിതാവുമില്ല. നമ്മുടെ തലയിലോട്ട് അത് കയറുകയില്ല. നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് പുത്രനെ അവർ നിഷേധിച്ചാലും പിതാവിന് അവർ ഇഷ്ടമാണെന്നാണ്. ഗോഡ് ഫോർബിഡ്, നോ. പുത്രനിലൂടെ അല്ലാതെ പുതിയ ഉടമ്പടി വന്ന ശേഷം ആ പുതിയ ഉടമ്പടിയിലൂടെ അല്ലാതെ ഒരാളെയും കർത്താവ് ഉൾക്കൊള്ളുന്നില്ല, സാധിക്കില്ല. ബിക്കോസ് ഗോഡ് ഈസ് അഡ്രസ്സിംഗ് ദ സിൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. അത് ചില ആളുകൾക്ക് മാത്രമല്ല, സകല ലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അത് യഹൂദന്മാർക്ക് ആദ്യം കൊടുത്തത് അവർ നിഷേധിച്ചതാണ്. യഹൂദന്മാർക്കും കർത്താവിനെ തന്നെ കൊടുത്തിരുന്നത്, വേറെ വഴികളൊന്നും യഹൂദന്മാർക്ക് വെച്ചിട്ടില്ല. They rejected Christ and still they are rejecting Christ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, പുത്രനെ നിഷേധിച്ച ഒരാള്, നിങ്ങൾ ഭയങ്കര ഇസ്രായേൽ ഫാൻസ് ഒക്കെ ഇതിനിടയിൽ ഇരിപ്പുണ്ടായിരിക്കും, പക്ഷെ അവർ രക്ഷിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പുത്രനില്ലാത്തവർക്ക് പിതാവും ഇല്ല എന്നുള്ള കാര്യം. അവർക്ക് ചിലപ്പോൾ ബുദ്ധി ഉണ്ടായിരിക്കും, ലോകത്ത് ഒത്തിരി അഭിവൃദ്ധി നേടുന്നുണ്ടാവും, പക്ഷെ അതുകൊണ്ടൊന്നും ദൈവസന്നിധിയിൽ യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയും. ഓക്കെ, നമ്മുടെ ഇടയിൽ തന്നെ ബുദ്ധിയുള്ള ഒത്തിരി വിഭാഗങ്ങളുണ്ട്, ജാതി വിഭാഗങ്ങൾ. നമ്മളെ ഏത് ജാതിയാണല്ലോ അതിനേക്കാളും ബുദ്ധിയുള്ള ജാതികൾ വെളിയിലുണ്ട്. പക്ഷെ അതൊന്നും സ്വർഗവുമായിട്ടോ ദൈവത്തിന്റെ അപ്രൂവലായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. പക്ഷെ ക്രിസ്തുവിൽ യഹൂദനെന്നുമില്ല, യവനെന്നുമില്ല, എല്ലാം ഒരുപോലെയുള്ളൂ. ആര് വിശ്വസിക്കുന്നോ അവരെല്ലാവരും രക്ഷിക്കപ്പെടും. അത് യഹൂദനായാലും യവനനായാലും. സംശയം ഉണ്ടെങ്കിൽ റോമാലേഖനം ഒന്നുകൂടെ വായിച്ചാൽ. ഓക്കെ, അപ്പോൾ പുത്രനെ നിഷേധിക്കുന്നവൻ ആരുമില്ല, പുത്രനുമില്ല, പിതാവുമില്ല.
പുത്രനെ കൂടാതെ പിതാവ് അവനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല. പുത്രനെ കൂടാതെ ഒരു വെളിപ്പാട് ദൈവം തരുന്നേയില്ല. പഴയ നിയമത്തിലായാലും ഇല്ല, പുതിയ നിയമത്തിലായാലും. മോശെ അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ നിന്ന് തെരഞ്ഞെടുത്തെന്ന് പറയുന്നത്. ഇത് ഇവർക്ക് ഇപ്പോഴും അറിയില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പുത്രനിലൂടെ അല്ലാതെ പിതാവ് അവനെ വെളിപ്പെടുത്തുന്നില്ല. ഓക്കെ, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ. അപ്പൊ നിത്യജീവന് വേറൊരു നിർവചനവും കൂടെ നമുക്ക് കിട്ടി. എന്താണത്? പുത്രനിൽ വസിക്കുന്നതാണ് നിത്യജീവൻ എന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിത്യജീവൻ അനുഭവിക്കാം. നമ്മൾ എപ്പോഴാ പുത്രനിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്? ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്. ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോൾ വിശ്വാസത്തിൽ ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയുന്നോ, അപ്പോൾ പുത്രൻ നമ്മളിലും നമ്മൾ പുത്രനിലും ജീവിക്കും, വസിക്കും. വി വിൽ ഇൻഹാബിറ്റ് ഹിം. അവനിൽ വസിക്കും. ഞാൻ ഈ വീട്ടിൽ വസിക്കുന്ന പോലെ. ഓക്കെ, അവനുള്ള തെരഞ്ഞെടുപ്പ് റിയൽ ആകും. അവനിലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് റിയൽ ആകും. നമ്മൾ അവനിൽ വസിക്കും. ഓക്കെ, ആ വാഗ്ദത്തം ഇതാകും നമ്മുടെ വാഗ്ദത്തം. അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മൾ ആത്മീക ജീവൻ, അത് പിതാവിലും പുത്രനിലും നമ്മൾ വസിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനൊരു മറുവശമുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പിതാവും പുത്രനും വന്ന് നമ്മുടെ കൂടെ വസിക്കുമെന്ന്. ഇതൊരു മ്യൂച്വൽ ഇൻഹാബിറ്റേഷൻ ആണ്. നമ്മളിൽ അവനും അവനിൽ നിന്നും. പിതാവുള്ളവന് പുത്രനുണ്ട്, പുത്രനുള്ളവന് പിതാവുമുണ്ട്. ഒറ്റയ്ക്കില്ല. ഓക്കെ, അപ്പൊ വസിക്കുമ്പോഴും പിതാവിലും പുത്രനിലും വസിക്കും. ഓക്കെ, നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. അതുപോലെ പിതാവും പുത്രനും നമ്മുടെ കൂടെ വന്ന് വസിക്കും. സോ ഇറ്റ്സ് എ വെരി ഇന്റിമേറ്റ് കണക്ഷൻ ദാറ്റ് ഗോഡ് വിൽ ഓൾവേസ് ബി വിത്ത് us. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് എന്ന് പറയുമ്പോൾ ആ ത്രിയേക ദൈവത്തിന്റെ പ്രസൻസ്, അധിവാസം നമ്മുടെ മേലും നമ്മൾ അവനിലും എന്നുള്ളതാണ് യോഹന്നാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വിശുദ്ധീകരണത്തിന്റെ തത്വം. ഓക്കെ, നമ്മൾ നിത്യജീവനിൽ വസിക്കുന്നതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ നമ്മുടെ വിശുദ്ധീകരണം. നമ്മൾ പഴയ ജീവിതത്തിലാണെങ്കിൽ നമ്മൾ നിത്യജീവനല്ല അനുഭവിക്കും. ക്രിസ്തുവിലുള്ള ജീവനാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ അതാണ് നിത്യജീവൻ. നിത്യജീവന്റെ ഒരു നിർവചനം ഇതാണ്: ഇൻഹാബിറ്റ് നോട്ട് ദ വേൾഡ് ബട്ട് ക്രൈസ്റ്റ്. വേറൊരു ഭാഷ പറഞ്ഞാൽ ക്രിസ്തുവിനെ ധരിക്കുക. ബി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തു നമ്മെ ആവരണം ചെയ്യുക. ആ ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കുക. വേറൊന്നും കാണാതെ ക്രിസ്തുവിൽ വസിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളരുന്നതിനാണ് വിശുദ്ധീകരണം അല്ലെ നിത്യജീവൻ എന്ന് പറയുന്നത്. എറ്റേണൽ ലൈഫ്, ക്വാളിഫൈഡ്. ഓക്കെ, ഇത് എന്തിനെഴുതിയെന്നറിയോ? ഇങ്ങനെ നിങ്ങൾ നിന്നില്ലെങ്കിൽ നിങ്ങളെ തെറ്റിക്കുന്നവരുടെ വഞ്ചനയിൽ നിങ്ങൾ അകപ്പെടും എന്നാണ് യോഹന്നാൻ പറയുന്നത്. അതായത് എതിർ ക്രിസ്തു വന്ന് ഈ സ്നേഹമല്ലാത്ത, അഗപ്പെ അല്ലാത്ത, ദൈവത്തിന്റെ ദാനമല്ലാത്ത വിഷയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയാൽ നമ്മൾ അകപ്പെടും എന്നാണ് യോഹന്നാൻ പറയുന്നത്. അടുത്ത വാക്യം നോക്കിയേ: നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് എഴുതിയെന്നറിയോ? ആളുകൾ വന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും. യു മേ ബി ഡിസ്ട്രാക്റ്റഡ് ഇൻ ടു എ റിലീജിയൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ 2-3 ഡിസെപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഉപദേശം മതി, ഉപദേശം കറക്റ്റ് ആയിരുന്നാൽ മതി എന്ന് വിശ്വസിക്കുന്നവരും, ഉപദേശം എങ്ങനെയായാലും കുഴപ്പമില്ല, പ്രവൃത്തി നന്നായാൽ മതി എന്ന് പറയുന്നവരും. ഓക്കെ, ഇങ്ങനെയൊക്കെ തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ ഈ വിശുദ്ധീകരണത്തെ ഹോൾഡ് ചെയ്യണം. അതായത് ക്രിസ്തുവിൽ ഞാൻ വസിക്കണം. അതൊരു ഉപദേശം തന്നെയാണ്. ആ ഉപദേശത്തിലേക്ക് നമ്മൾ എത്തണം. അങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ വി വിൽ ബി ഡിസ്ട്രാക്റ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ്. എന്ന് പറഞ്ഞാൽ വി വിൽ വേവർ ഫ്രം ഫെയ്ത്ത്. വിശ്വാസത്തിൽ നമ്മൾ അകന്നു പോകും. ഡിസ്ട്രോയിഡ് എന്നുള്ള വാക്ക് ശരിയല്ല, പക്ഷെ നമ്മൾ വിശ്വാസത്തിൽ നിന്ന്, ആ വിശ്വാസത്തിന്റെ നല്ല വഴിയിൽ നിന്ന് നമ്മൾ അകന്നു പോകുവാൻ ഇടയാകും. ഓക്കെ, നിങ്ങൾ അങ്ങനെ തെറ്റിക്കുന്നവരെ ഓർത്ത്, ഇപ്പൊ ഇങ്ങനെ വന്ന് നമ്മളെ ആളുകൾക്ക് തെറ്റിക്കാൻ കഴിയും. തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു: അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങൾ ഉപദേശിക്കാൻ പോലും ആവശ്യമില്ല. ഈ ഒരു അഭിഷേകത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മളെ ആരും ഉപദേശിക്കേണ്ട പോലും കാര്യമില്ല. ഈ അഭിഷേകത്തിന്റെ തലത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ വരുന്നത്? എന്താണ് ഈ അഭിഷേകം? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഈ യോഹന്നാന്റെ ലേഖനം വേറൊരു അർത്ഥത്തിലും വേദപുസ്തകത്തിന്റെ മുഴുവൻ ഒരു ക്ലൈമാക്സ് ആണ്. അതായത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടെ ഉപദേശിക്കാൻ ആളുകൾ വേണമായിരുന്നു. മക്കളെ
അപ്പനന്മാർ ഉപദേശിക്കണമായിരുന്നു. ദൈവം അവരെ എങ്ങനെയാണ് മരുഭൂമിയിൽ നടത്തി, മോശയിലൂടെ നടത്തി വെളിയിൽ കൊണ്ടുവന്ന കനാൻ ദേശത്തേക്ക് ആക്കി എന്നുള്ള കഥകൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. തലമുറകളായിട്ട് അവരെ ഉപദേശിച്ച് നടത്തണമായിരുന്നു. അവരുടെ മേൽ ഉപദേശിപ്പാൻ ആൾക്കാരെ ദൈവം വെച്ചിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവം ഒരു സ്വപ്നം മനുഷ്യരെ കുറിച്ച് കണ്ടിരുന്നു. ഈ സ്വപ്നങ്ങൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നതാണെന്ന സ്വപ്നത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ ഒരു ആഗ്രഹം മനുഷ്യനെ കുറിച്ച് ആരും പറയാനില്ലാതെ തന്നെ ഇവരെന്നെ അനുസരിക്കണം. ഹൃദയത്തിനകത്തുനിന്ന് നമ്മുടെ പിള്ളേരെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കല്ലേ, പറയാതെ ഇതൊന്നും ചെയ്തായിരുന്നെങ്കിൽ. പഠിക്കണം എന്ന് പറഞ്ഞ് പഠിക്കടാ എന്ന് പുറകെ നടന്ന് പറയാതെ തന്നെ എടുത്തുകൊണ്ട് പോയിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹം തോന്നത്തില്ലേ? ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങളാണ് അതിൽ പലതും. പക്ഷെ ദൈവത്തിന് നമുക്ക് അങ്ങനെ നമ്മളെ കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ഇത് ആരും പറഞ്ഞു കൊടുക്കാനില്ലാതെ ഇവരെന്നെ സ്നേഹിച്ച സ്നേഹത്തിൽ നിന്ന് അനുസരിക്കുന്ന ഒരു അനുസരണം ഇവരിൽ നിന്നുണ്ടാകണം. അത് പണ്ട് തൊട്ട് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇരമ്യാ പ്രവാചകന്റെ 31 വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല, ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എന്റെ കൽപ്പന എഴുതി. അപ്പൊ പറഞ്ഞു കേൾക്കാതെ തന്നെ അനുസരിക്കാൻ, അകത്തുനിന്നുള്ള സ്നേഹത്തിൽ അനുസരിപ്പിക്കാൻ, നമ്മളെ അനുസരിപ്പിക്കുക എന്നുള്ള ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല മക്കൾ അങ്ങനെയല്ലേ? നല്ല മക്കൾ അങ്ങനെയാ. ഒരുത്തം പുറകെ നിന്ന് പറയാം, ചെയ്യടാ, ചെയ്തില്ല നിന്നെ അടിക്കും, വെട്ടും, നിന്നെ നരകത്തിലൂടെ എന്നൊക്കെ പറഞ്ഞ് അനുസരിക്കാം. പക്ഷെ അനുസരണത്തിൽ ദൈവത്തിന്റെ പ്രസാദമില്ല. അപ്പൊ പുതിയ നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറയാതെ അനുസരിക്കുന്നവരാവുക. എത്ര മനോഹരമായിരിക്കും അത്. ഇപ്പൊ ദൈവത്തിന് പ്രസാദിക്കുന്ന അനുസരണം എന്ന് പറയുന്ന ആരും ഉപദേശിച്ചിട്ടല്ല, അഭിഷേകത്തിൽ നിന്ന് വരണം. അപ്പൊ ഈ അഭിഷേകത്തിൽ നിന്ന് അനുസരണം വരിക എന്ന് പറയുന്നത് ദാറ്റ്സ് റിയലി മിറാക്കുലസ് ഒബീഡിയൻസ്. എങ്ങനെയാണെന്നറിയോ? അതിന് നമുക്ക് ബേസിക്കലി 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ ഒരു അഭിഷേകത്തിന്റെ തലത്തിൽ നമ്മൾ നടക്കുന്നതിന്. ഒന്ന്, നമ്മളോട് പറയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം. ഇതെല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിന്റെ ശബ്ദവും ഉണ്ട്. കാരണം ആത്മാവ് വന്നിരിക്കുന്നത് തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മളത് കേൾക്കാറില്ല. അത് കേട്ടാലും ആത്മാവാണോ പറഞ്ഞതെന്ന് നമുക്ക് അറിയാനും വയ്യ. അപ്പോൾ യോഹന്നാന്റെ 2:27 വരുന്ന ഒരു ആത്മീക നടപ്പ് നമ്മൾ നടക്കണമെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പോലെ ആത്മാവ് പറയുന്നത് നമുക്ക് കേൾക്കാനും അത് വിവേചിക്കാനും നമുക്ക് പറ്റും. അപ്പൊ പുതിയ നിയമത്തിൽ അപ്പോസ്തലിക ഉപദേശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ഒരു മെച്യൂരിറ്റിയിലോട്ട് നമ്മളെ നടത്തുക എന്നുള്ളതാണ്. അതായത് വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കുന്നവരായി മാറാതെ, നിങ്ങൾ ഉപദേശത്തിന്റെ ബാലപാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്നവരായി മാറാതെ, ഇത് ആത്മാവിന്റെ ശബ്ദങ്ങളെ വിവേചിക്കാൻ തക്ക മെച്യൂരിറ്റിയിലേക്ക്, പക്വതയിലേക്ക് നിങ്ങൾ നടക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ച. അപ്പോൾ അപ്പോസ്തലിക ഉപദേശം എന്ന അടിസ്ഥാനം നിങ്ങൾ പഠിച്ചു കഴിയുന്നു. അതെങ്ങനെ പഠിക്കുമ്പോഴാണ്? തലകൊണ്ട് പഠിക്കുമ്പോഴല്ല, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്ന ആ ഒരു സന്തോഷത്തിൽ ആത്മാവിൽ അത് മനസ്സിലാക്കുന്നു. ഓരോരോ കാറ്റിനാൽ അലഞ്ഞൊടുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് നമ്മൾ ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരുന്ന ആ ഒരു വളർച്ച ഒരിക്കലും എനിക്ക് നിങ്ങളെ വളർത്താനോ നിങ്ങൾക്ക് എന്നെ വളർത്താനോ പറ്റില്ല. അടിസ്ഥാനങ്ങൾ മാത്രമേ ഇടാനേ പറ്റുള്ളൂ. നമ്മൾ അടിസ്ഥാനത്തിൽ ഉറപ്പുള്ളവരാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാനും അങ്ങനെ ജീവിക്കാനും നമുക്ക് കഴിയും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് കാണുന്ന ഒരു മനോഹരമായ സ്വപ്നവും ആഗ്രഹവും. പറയാതെ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതിനാൽ അനുസരിക്കുന്നവരായി മാറുക. പറയാതെ തന്നെ, ഒരാളുടെ ഉപദേശമില്ലാതെ തന്നെ, ഒരാൾ നിർബന്ധിക്കാതെ തന്നെ, ഭയപ്പെടുത്താതെ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന വിശുദ്ധീകരണം, അഭിഷേകം അനുസരണമായി മാറുക. ആ അനുസരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇഡ്ഡലി തിന്നണോ ദോശ തിന്നണോ എന്നുള്ള രീതിയിലുള്ള അനുസരണം അല്ല. അത് ദൈവരാജ്യത്തെ ഭക്ഷണവും പാനീയമാക്കി മാറ്റുന്ന പോലെയാണ്. ഉപജീവന കാര്യങ്ങളല്ല ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയാണ്, സമാധാനമാണ്, ദൈവികമായ കാര്യങ്ങളെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം നമ്മളിൽ വാഴത്തക്ക രീതിയിലുള്ള ഒരു അനുസരണം, അത് നിങ്ങൾ ഏത് ഷർട്ട് ഇടുന്നു, ഏത് ദേശത്ത് പോകുന്നു, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയല്ല. എന്ത് ചെയ്താലും, എന്ത് വേഷം ധരിച്ചാലും, എന്താഹാരം കഴിച്ചാലും ഞാനല്ല ക്രിസ്തു അത്രയും.
എവിടെ പോയാലും ഞാനല്ല ക്രിസ്തു അത്രേ, ഏത് സാഹചര്യത്തിലായാലും ഞാനല്ല ക്രിസ്തു അത്രേ. അവിടെയാണ് നമ്മൾ പരിജ്ഞാനത്തിന്റെ അനുസരണം, ആത്മാവിന്റെ അഭിഷേകത്തിന്റെ അനുസരണം. ഈ അഭിഷേകം എന്നുള്ള വാക്ക് കുറച്ച് ഗൗരവത്തോടെ കാണേണ്ട ഒരു വാക്കാണ്. ഒത്തിരി എടുത്ത് പ്രയോഗിക്കുന്നത് പെന്തക്കോസ്തുകാർ. അഭിഷേകം പ്രാപിച്ചു മതി. പ്രിയ സഹോദരങ്ങളെ, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ വസിക്കുന്നു, അതാണ് സത്യം. ഈ അഭിഷേകം എന്നുള്ള വാക്ക് അന്യഭാഷയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന തെറ്റാണ്. ഒരിക്കലും അന്യഭാഷയെ കുറിച്ച് പറയാൻ വേണ്ടി അഭിഷേകം എന്നൊരു പ്രയോഗം ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല. ബൈബിളിൽ അഭിഷേകം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന്റെ അഭിഷേകത്തെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. കാരണം നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഒരൊറ്റ അഭിഷിക്തനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. മെശിഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിഷിക്തൻ എന്നാണ്. ഒരു മെശിഹായേ ഉള്ളൂ നമുക്ക്. നിങ്ങൾ കൂടുതൽ മെശിഹമാരെ വേണം തോന്നുന്നുണ്ടോ? ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? 1-2 അഭിഷിക്തന്മാരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നടന്നേനെ. അതാ 1-2 പേരെ അന്വേഷിച്ച് നോക്കൂ. അങ്ങനെയാണ് എതിർ ക്രിസ്തുക്കൾ ഉണ്ടാകുന്നത്. ഒരു അഭിഷിക്തനുള്ളൂ, ഒരു മെശിഹായേ ഉള്ളൂ. ക്രിസ്തു, ഒരു ക്രിസ്തുവേ ഉള്ളൂ, ഒറ്റ അഭിഷേകമേ ഉള്ളൂ. അഭിഷേകം ക്രിസ്തുവിന്റെ അഭിഷേകമാണ്. അവന്റെ ശരീരത്തിൽ നമ്മൾ അംഗങ്ങളാകുമ്പോൾ, അവയവങ്ങളാകുമ്പോൾ നാം എല്ലാവരും അവന്റെ അഭിഷേകത്തിന് കീഴിലാണ്. ആത്മാവ് നമ്മെ സകല സത്യത്തിലേക്കും വഴി നടത്താൻ കഴിയുന്ന ആത്മാവ് നമ്മുടെ മേൽ വരുന്നത്, ആ ആത്മാവിന്റെ അഭിഷേകം ഉള്ളവരാണ് നമ്മളെല്ലാവരും. കാരണം നമുക്ക് ലോകത്തിന്റെ ഒത്തിരി പാഠങ്ങളിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഇപ്പോഴും മറ്റുള്ളവർ പറയേണ്ടി വരുന്നു, മറ്റുള്ളവർ കേൾപ്പിക്കേണ്ടി വരുന്നു. എന്നാൽ കുറെ കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ പാഠങ്ങളിൽ നിന്ന് ആത്മാവിന്റെ ശബ്ദത്തെ വേർതിരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നമുക്കിപ്പോ 100 പേരായിട്ടുണ്ട് ബൈബിൾ സ്റ്റഡിയിൽ. അപ്പൊ അടുത്ത നാളെ തൊട്ട് നമ്മളൊരു ഗൂഗിൾ ID കൂടെ ഇതിന്റെ കൂടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും, അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കും. അപ്പം ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ അഭിഷേകം നമ്മൾ ഉപദേശിക്കണം. ഇതാ ഞാൻ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ക്രിസ്തുവിൽ നമ്മൾ വസിക്കുക, ക്രിസ്തുവിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. പക്ഷെ വസിക്കണമെങ്കിൽ നമ്മൾ എന്ത് അനുഭവിക്കണം? നമ്മൾ വസിക്കണമെങ്കിൽ അവന്റെ ഉപദേശം നമ്മൾ കേൾക്കണം. ആരുടെ ഉപദേശം? ഈ അഭിഷേകം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ കേൾക്കണം. ബോഷ്കിലേക്ക് വഴിതെറ്റാത്ത, ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നമ്മൾ എത്തിക്കുന്ന, സകലത്തിനും മുകളിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മളെ പണിയുന്ന ആ ഒരു ഉപദേശത്തിലേക്ക് നമ്മൾ വരണം. അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങൾ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അപ്പൊ അവനിൽ വസിച്ചാലുള്ള ഗുണം എന്താണ്? ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു നിങ്ങൾ കാണും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 പ്രധാനപ്പെട്ട ആശയങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. നാളെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അപ്പോൾ അവന്റെ സന്നിധിയിൽ നാം പ്രത്യക്ഷനാകുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമുക്ക് ലജ്ജ ഉണ്ടാകാം. നമ്മൾ ചെയ്തത് പലതും നമ്മളെ വേദനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പം നമുക്ക് തീർച്ചയായിട്ടും പെയിൻ തോന്നാം. ആ പെയിൻ തോന്നാതെ ഇരിക്കണമെങ്കിൽ, ധൈര്യം ഉണ്ടാകണമെങ്കിൽ, കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ കാത്തിരിക്കണമെങ്കിൽ, ഇപ്പൊ നമ്മളെല്ലാം സ്വർഗത്തിൽ പോകുന്നവരായിരിക്കും അല്ലേ? ആയിരിക്കും വിചാരിക്കാം. തൽക്കാലം അങ്ങനെ വിചാരിക്കാം. നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ കയറി നോക്കാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനെ വിചാരിക്കും. പക്ഷെ ധൈര്യമുള്ളവരാവുക എന്ന് പറയുന്ന വേറൊരു കാര്യമാണ്. ദൈവത്തിന് മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവുക. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് വരുന്നതല്ല, അത് ഈ ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് തരുന്ന ഉറപ്പാണ്. അവന്റെ അഭിഷേകം നമ്മളെ പഠിപ്പിക്കുന്ന തലത്തിലാണ് നമുക്ക് ആ ഉറപ്പ്, ആ ധൈര്യം ഉണ്ടാകുന്നത്. ധാരാളമായ പ്രവേശനമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ, വി നോ വി ആർ ഇൻ ക്രൈസ്റ്റ് ഓൾറെഡി, സോ വി ആർ നോട്ട് ടെറിഫൈഡ്. നമുക്ക് ഇപ്പോഴേ അറിയാം നമ്മൾ ക്രിസ്തു വസിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു പ്രാഗൽഭ്യം കർത്താവിന് മുമ്പിൽ ഉണ്ടാകേണ്ടത്, ധൈര്യം അവന്റെ മുമ്പിൽ ഉണ്ടാകേണ്ടത്, നിങ്ങൾ അവനിൽ വസിക്കും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജീവൻ ഇപ്പോഴേ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പുണ്ട്, ധൈര്യമാണ്. അകപ്പയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. ആ അകപ്പയാണ് അവൻ ഉറപ്പിക്കുന്നത്. അവന്റെ നീതി എന്ന് പറയുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അത് സകലത്തെ അതിജീവിക്കുന്ന സ്നേഹമാണ്. അവൻ നീതിമാനാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്നേഹത്തിൽ നമ്മൾ വസിക്കണം എന്നാണ്. അതായത്
29 വാക്യം, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ചിന്തിച്ചു നോക്കി, നമ്മൾ ഈ ലോകത്തിൽ ഒരു നീതി കുറിച്ച് സങ്കല്പിച്ച് അവരെല്ലാം ദൈവത്തിൽ ജനിച്ചവരാണോ? അല്ല. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് നീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതാണത്, ദാറ്റ് വിൽ ബി ക്യാപ്ഡ് വിത്ത് ലവ്. അത് സ്നേഹത്തിൽ നിന്നുള്ളതായിരിക്കും. അത് ആരെങ്കിലും പറയുന്നത് കൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ആ നീതി എവിടെ നിന്ന് വരുന്നതായിരിക്കും? അഭിഷേകം നമ്മളെ പഠിപ്പിക്കുന്ന അനുസരിച്ചുള്ളതായിരിക്കും. ഈ അഭിഷേകം നമ്മളെ പഠിപ്പിക്കുന്ന അനുസരിച്ചുള്ള ഒരു നീതി. ഓക്കെ, ആ നീതിയാണ് നമ്മൾ ശരിക്കും ദൈവത്തിൽ വസിക്കുന്നുവെന്നും ദൈവത്തിൽ ജനിച്ചിരിക്കുന്നെന്നും നമുക്ക് ബോധ്യം നൽകുന്നത്. അവൻ നീതിമാനം നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെ. അപ്പൊ നീതി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നമ്മൾ ഇരിക്കുന്നു എന്ന് തെളിയിപ്പിക്കുന്ന നീതി. അവൻ നമുക്കായി മുന്നൊരുക്കി വെച്ചിരിക്കുന്ന പ്രവൃത്തികൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, തണ്ടിന്മേൽ വെക്കപ്പെടുന്ന, കർത്താവിനെ ആളുകൾ പുകഴ്ത്തുവാൻ ഇടയാക്കുന്ന അഗപ്പയിൽ അധിഷ്ഠിതമായ നീതി. കർത്താവ് അങ്ങനെയാണ് നമ്മളോട് ചെയ്തത്, അത് തന്നെയാണ് നമ്മൾ ചെയ്യാനും ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കാത്ത ഉപദേശങ്ങൾ, മാനുഷികമായ ഒരു അനുസരണത്തിലേക്കോ മാനുഷികമായ ഒരു നീതിയിലേക്കോ നമ്മളെ താഴ്ത്തി കളയുന്ന ഉപദേശങ്ങളൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾ ഇന്ന് ദയവായിട്ട് 1ഉം 2ഉം അധ്യായങ്ങൾ സ്വസ്ഥമായിരുന്ന് വായിക്കുക. നമുക്ക് നാളെ വീണ്ടും കാണാം. ഈ ആഴ്ച എല്ലാ ദിവസവും, ശനിയാഴ്ചത്തെ കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ശനിയാഴ്ച നമുക്കൊരു മിഷൻ മീറ്റിംഗ് ആണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ട് വേൾഡിനെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അജൽ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അത് വേറൊരു സൂം ഐഡിയിലായിരിക്കും. അത് ശനിയാഴ്ചയ്ക്ക് മുമ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വെള്ളിയാഴ്ച വരെ നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നുള്ള പഠനങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത ആഴ്ച ഉണ്ടാവും, പക്ഷെ സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോട് സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് തന്ന നിത്യജീവനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ അങ്ങയിൽ തെരഞ്ഞെടുത്തു കർത്താവെ. ആ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് അങ്ങയിൽ വസിക്കുവാൻ കർത്താവെ, അത് ഞങ്ങളുടെ എക്കോസിസ്റ്റമായിട്ട് മാറുവാൻ ദൈവമേ, ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുന്ന് പ്രാപിക്കാവുന്ന രീതിയിൽ കർത്താവ്, ഞങ്ങളിപ്പോ എവിടെ വസിക്കുന്നു അവിടെ ഞങ്ങൾ ജീവിക്കുന്ന പോലെ ക്രിസ്തുവിൽ ഞങ്ങൾ വസിച്ച് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് ആ അഭിഷേകത്താൽ ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഞങ്ങൾക്ക് തന്ന എല്ലാ വചനത്തിന്റെ വെളിപ്പാടിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്.